ഒരു ദിവസം കൃഷ്ണനും അർജുനനും യമുനാ നദീ തീരത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ എത്തി. അദ്ദേഹത്തെ വേണ്ട വിധം ആദരിച്ച കൃഷ്ണാർജുനന്മാർ അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. താനൊരു സാധാരണ ബ്രാഹ്മണനല്ലെന്നും താൻ അഗ്നിയാണെന്നും അദ്ദേഹം പറയുകയും അവരുടെ അടുത്ത് ഒരു സഹായത്തിനായാണ് താൻ എത്തിയതെന്നും പറഞ്ഞു. ശ്വേതകി എന്നൊരു രാജാവ് 12 കൊല്ലം നീണ്ട ഒരു യാഗം നടത്തുകയും അതിൽ തുടർച്ചയായി നെയ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരന്തരം നെയ് സേവിച്ചതുകൊണ്ട് അഗ്നിക്ക് കടുത്ത അജീർണം ഏർപ്പെട്ടു. ഇതിനൊരു പരിഹാരം തേടി അഗ്നി ബ്രഹ്മദേവനെ സമീപിച്ചു. കാണ്ഡവ വനത്തിലെ ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും അവിടത്തെ മൃഗങ്ങളുടെ കൊഴുപ്പും ഭക്ഷിച്ചാൽ മാത്രമേ അഗ്നിക്ക് പണ്ടത്തെ ശക്തി വീണ്ടെടുക്കാനാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എപ്പോഴൊക്കെ അഗ്നി ആ വനം ദഹിപ്പിക്കാൻ ചെല്ലുന്നുവോ അപ്പോഴൊക്കെ ഇന്ദ്രൻ അവിടെ മഴ പെയ്യിച്ച് തീ അണയ്ക്കുമായിരുന്നു. അതിനു കാരണം അവിടെ ഇന്ദ്രന്റെ ഉറ്റമിത്രമായ ഉഗ്രസർപ്പം തക്ഷകൻ കുടുംബമൊത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് താൻ ആ വനം ദഹിപ്പിക്കേണ്ടതെന്ന് അറിയാൻ വീണ്ടും അഗ്നി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ കാണ്ഡവവന പ്രദേശത്ത് കൃഷ്ണനും അർജുനനും വസിക്കുന്നുണ്ടെന്നും അവരുടെ സഹായം തേടുവാൻ അദ്ദേഹം അഗ്നിയെ ഉപദേശിച്ചു. അങ്ങനെയാണ് അഗ്നി കൃഷ്ണാർജുനന്മാരുടെ അടുത്തെത്തിയത്. ഇതെല്ലാം കേട്ട അർജുനൻ അഗ്നിയെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം ചില ഉപാധികൾ വെച്ചു. തൻ്റെ എണ്ണമറ്റ അമ്പുകളുടെ ഭാരം താങ്ങാൻ കഴിവുള്ള ഒരു തേരും വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകളും അമ്പുകൾ ഒഴിയാതെ ആവനാഴിയും ശക്തമായ ഒരു വില്ലും തനിക്ക് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ക്ഷണം തന്നെ അഗ്നി വരുണനെ സമീപിക്കുകയും വരുണൻ പ്രത്യക്ഷപ്പെട്ട് ആ ഉപാധികളെല്ലാം സാക്ഷാത്കരിക്കുകയും ചെയ്തു. അനന്തരം കൃഷ്ണോപദേശം മാനിച്ച് അർജുനനും കൃഷ്ണനും ആ വനത്തിലേക്ക് യാത്രയായി. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ അധ്യായം 58 ശ്ലോകം 25 പറയുന്നത് അർജുനസ്യ സാരഥി എന്നാണ്. എന്നാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് അർജുനന്റെ സാരഥിയായി കൃഷ്ണൻ വന്നതെന്നും അങ്ങനെ അദ്ദേഹത്തിന് പാർത്ഥസാരഥി എന്നൊരു നാമം ലഭിച്ചതെന്നും നമുക്കറിയാം. എന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നേ തന്നെ ഒരിക്കൽ അദ്ദേഹം അർജുനന്റെ സാരഥിയായി. ശ്രീമദ് ഭാഗവതത്തിലെ ഈ അധ്യായം അനുസരിച്ച് അഗ്നി കൃഷ്ണന് പ്രത്യേക സമ്മാനങ്ങളൊന്നും നൽകിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മഹാഭാരതത്തിലെ ആദിപർവത്തിലെ കാണ്ഡവദഹ പർവത്തിൽ വേറെ ഒരു രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ വനത്തിലെത്തിയ അർജുനൻ തൻ്റെ അമ്പുകൾ കൊണ്ട് അഭേദ്യമായ ഒരു മേൽക്കൂറ ആകാശത്തിൽ തീർക്കുകയും മഴത്തുള്ളികൾ ഭൂമിയിലെത്താത്ത വണ്ണം സംരക്ഷിക്കുകയും ചെയ്തു. ആ ക്ഷണം തന്നെ അഗ്നി ആ വനം ദഹിപ്പിക്കുവാൻ തുടങ്ങി. കാണ്ഡവ വനത്തിൽ തീ പടരുന്ന കണ്ട് ദേവേന്ദ്രൻ വൻ സൈന്യവുമായി കൃഷ്ണാർജുനന്മാരെ നേരിടാൻ എത്തി. അപ്പോൾ അവിടെ ഒരു അശരീരി കേട്ടു. ദേവേന്ദ്ര, നിന്റെ ഉറ്റമിത്രമായ തക്ഷകൻ ഇന്ന് ഈ വനത്തിലില്ല. മാത്രമല്ല കൃഷ്ണാർജുനന്മാരെ പരാജയപ്പെടുത്തുന്നത് സാധ്യമല്ല. കാരണം അവർ നാരായണന്മാരുടെ അവതാരമാണ്. ഈ സൈന്യവുമായി കൃഷ്ണാർജുനന്മാരുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വന്ന നീ കൃഷ്ണന്റെ അടുത്ത് മാപ്പ് ചോദിക്കണം. അങ്ങനെ കൃഷ്ണപാദത്തിൽ നമസ്കരിച്ച് മാപ്പപേക്ഷിച്ച് തൻ്റെ സൈന്യവുമായി ദേവേന്ദ്രൻ മടങ്ങി. അങ്ങനെ അഗ്നി ആ വനം മുഴുവൻ ദഹിപ്പിക്കുകയും അനന്തരം നന്ദി സൂചകമായി അർജുനന് ഗാണ്ഡീവം എന്ന വില്ല് സമ്മാനിക്കുകയും ചെയ്തു. ആ അഗ്നിബാധയിൽ ചുരുക്കം ചിലരാണ് ആ വനത്തിൽ രക്ഷപ്പെട്ടത്. മന്ദപാലൻ എന്ന ഋഷിയുടെ 4 പക്ഷിക്കുഞ്ഞുങ്ങളും മയൻ എന്ന അസുരനും തക്ഷകന്റെ മകനായ അശ്വസേനനുമായിരുന്നു അവർ. മയൻ അനന്തരം നന്ദി സൂചകമായി പാണ്ഡവർക്ക് മായാസഭ പണിതു നൽകി. പിന്നീടാണ് ദുര്യോധനൻ ആ മായാസഭ സന്ദർശിക്കുകയും അവിടുത്തെ സ്ഫടികത്തറയിൽ വെള്ളമുണ്ടെന്നു കരുതി അപമാനിതനാവുകയും ചെയ്തത്. തൻ്റെ അപമാനത്തിന്
പ്രതികാരം ചെയ്യാനായി അയാൾ പാണ്ഡവരെ ചൂതാട്ടത്തിനു ക്ഷണിക്കുകയും അനന്തരം അത് കുരുക്ഷേത്ര യുദ്ധം വരെ എത്തി. എന്നാൽ അശ്വസേനനാവട്ടെ തൻ്റെ മാതാവിൻ്റെ മരണത്തിന് അർജുനനോട് പ്രതികാരം ചെയ്യുവാൻ കാത്തിരുന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ യോഗശക്തിയിൽ അശ്വസേനൻ കർണന്റെ ആവനാഴിയിലെ നാഗാസ്ത്രത്തിൽ കയറി. എന്നാൽ ഈ വിവരം കർണൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അയാൾ ആ നാഗാസ്ത്രം അർജുനനു നേരെ പ്രയോഗിച്ചപ്പോൾ അതിലെ ഭീകരത കൃഷ്ണൻ മനസ്സിലാക്കുകയും ആ ക്ഷണം തന്നെ കൃഷ്ണൻ തൻ്റെ കാൽ വിരൽ കൊണ്ട് അർജുനന്റെ തേര് ഭൂമിയിലേക്ക് താഴ്ത്തുകയും അതിൽ പൂട്ടിയ കുതിരകൾ മുട്ടുകുത്തുകയും ചെയ്തു. അങ്ങനെ ആ നാഗാസ്ത്രം അർജുനന്റെ ശിരസ് ലക്ഷ്യമാക്കി വന്നെങ്കിലും അർജുനന്റെ കിരീടത്തിൽ തട്ടി തെറിക്കുകയായിരുന്നു. അത് അശ്വസേനന്റെ പ്രതികാരമായിരുന്നുവെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുകയും അനന്തരം അർജുനൻ മൂർച്ചയേറിയ തൻ്റെ 6 അമ്പുകൾ ഉപയോഗിച്ച് അശ്വസേനനെ വെട്ടിനുറുക്കി. ആ ക്ഷണം തന്നെ ഒരു ബ്രാഹ്മണ ശാപം മൂലം ആ യുദ്ധഭൂമിയിൽ കർണന്റെ രഥചക്രം താണു. അത് വീണ്ടും പൊക്കുവാനായി അയാൾ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താൻ നിരായുധ പാണിയായി ആണെന്നും കുറച്ചു നേരം തനിക്ക് തരണമെന്നും കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു. ആ സമയം ചില സംഭവങ്ങൾ കൃഷ്ണൻ കർണനെ ഓർമ്മിപ്പിച്ചു. ഭീമന് വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്ത് സമുദ്രത്തിൽ തള്ളിയപ്പോൾ ദുര്യോധനന്റെ ഒപ്പം കർണ നീയും ഉണ്ടായിരുന്നല്ലോ. അന്ന് നിന്റെ ഈ ധർമ്മം എവിടെ പോയി? പാണ്ഡവരുടെ അരക്കില്ലത്തിന് കൗരവന്മാർ തീയിട്ടപ്പോൾ അവർക്കൊപ്പം നീയും ഉണ്ടായിരുന്നല്ലോ. അന്ന് നിന്റെ ധർമ്മത്തിന് എന്തു പറ്റി? കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാനായി ദുര്യോധനന്റെ സഭയിൽ ദുര്യോധനനും ധൃതരാഷ്ട്രർക്ക് മുമ്പിൽ താൻ 5 ഗ്രാമമോ 5 കുടിലോ എങ്കിലും പാണ്ഡവർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ദുര്യോധനൻ സമ്മതിച്ചില്ല. അന്ന് നീ മൗനം പാലിച്ചു. അന്ന് നിന്റെ ധർമ്മത്തിന് എന്ത് സംഭവിച്ചു? ചൂതാട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം പത്നിയെ തന്നെ പണയ വസ്തുവായി വെച്ച് അങ്ങനെ ആ നിറഞ്ഞ സദസ്സിൽ വസ്ത്രാക്ഷേപത്തിന് ദ്രൗപദി ഇരയായപ്പോൾ നീ മൗനം പാലിക്കുക മാത്രമല്ല ദുര്യോധനനെയും ദുശാസനനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അല്ലയോ കർണ, അന്ന് നിന്റെ ധർമ്മത്തിന് എന്ത് സംഭവിച്ചു? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 16 വയസ്സ് മാത്രം പ്രായമുള്ള അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ 7 പേർ ചേർന്ന് ബന്ധിച്ചപ്പോൾ അതിലൊരാളായി നീയും ഉണ്ടായിരുന്നില്ലേ? അന്ന് നിന്റെ ധർമ്മത്തിന് എന്ത് സംഭവിച്ചു? അങ്ങനെ അവൻ ഉത്തരം മുട്ടി നിന്ന ആ സമയത്ത് കൃഷ്ണൻ അർജുനനോട് അഞ്ജലികാസ്ത്രം ഉപയോഗിച്ച് കർണനെ വധിക്കുവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ആ യോദ്ധാവ് വധിക്കപ്പെട്ടു. അങ്ങനെ കാണ്ഡവ വനദഹനം ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയുകയില്ല. നരനാരായണന്മാരുടെ ദിവ്യത്വം വെളിപ്പെട്ടതും അർജുനന് ഗാണ്ഡീവം എന്ന വില്ല് ലഭിച്ചതും മായാസഭ വന്നതും അത് സന്ദർശിച്ച ദുര്യോധനൻ അപമാനിതനായി പിന്നീട് അത് കുരുക്ഷേത്ര യുദ്ധം വരെ എത്തിയതും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന അശ്വസേനൻ കൊല്ലപ്പെടുകയും ചെയ്ത ഒട്ടനവധി സന്ദർഭങ്ങൾക്കാണ് ആ വൻ അഗ്നിബാധ വഴിയൊരുക്കിയത്. ഈ കഥകൾ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 58-ാം അധ്യായത്തിലെ ശ്ലോകം 25 മുതൽ 27 വരെയും മഹാഭാരതത്തിലെ ആദി പർവ്വത്തിലെ കാണ്ഡവ ദഹപർവ്വത്തിലെ 225 മുതൽ 235 വരെയുള്ള അധ്യായത്തിലും സഭാപർവ്വത്തിലും കർണപർവ്വത്തിലെ 90-91 എന്ന അധ്യായത്തിലുമാണ്. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.